തനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പും കൂടെ മരിച്ചതറിഞ്ഞ് ബോക്സിൽ തളർന്നു പോവുകയാണ്. ഇതൊന്നും അറിയാത്ത ലൂയി അങ്കിളിനെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവൻ അങ്കിളിനോട് തന്നെ ആദ്യം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അറിയാത്തതുപോലെ പെരുമാറിയതെന്ന് ചോദിക്കും. തന്റെ കള്ളി പൊളിയാതിരിക്കാൻ ലോയിയുടെ ഓർമ്മയില്ലായ്മ മുതലെടുത്തുകൊണ്ട്, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ അത് നീ തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ നിന്നെക്കുറിച്ച് അന്വേഷിച്ച് നീയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ തന്നെയല്ലേ നിന്നെ വീട്ടിലേക്ക് കൊടുന്നതെന്ന് അവനോട് തിരിച്ചു ചോദിക്കും. ലൂയി അങ്കിളിനെ സംശയിച്ചത് തെറ്റായിപ്പോയെന്ന് ചിന്തിക്കും. അപ്പോഴായിരിക്കും മാരി ഓഫീസിലേക്ക് കടന്നു വരിക. അവൾ ഉണ്ടാക്കിയെടുത്ത സ്ക്രിപ്റ്റ് മനഃപ്പാഠമാക്കി പറയുന്ന ഒരു കുട്ടിയെ പോലെ ലൂയിയോട് പറഞ്ഞു തുടങ്ങും താൻ എന്തുകൊണ്ടാണ് അവനെ ആദ്യം കണ്ടപ്പോൾ പ്രതികരിക്കാതെ പോയതെന്ന്. അവൾ ലൂയിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും ലൂയിയുടെ ഫിയാൻസിയാണ് താനെന്നും നീ മരിച്ചതറിഞ്ഞ് വളരെ തളർന്നു പോയെന്നും പിന്നീട് നേരിൽ കണ്ടപ്പോൾ നീയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നും അങ്ങനെ ഓരോന്നും വിശദീകരിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്നായിരിക്കും ലൂയി അവൾ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്നോ എന്ന്. അപ്പൊ അങ്കിള് അതിലെ ഉത്തരം കൊടുക്കും, നിങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ഒരുമിച്ചാണെന്ന്. അവനെ രണ്ടുപേരും ചെറുപ്പത്തിൽ കളിക്കുന്ന കാര്യം മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അവൻ ഉടനെ തന്നെ മാരിയോട് പറയും, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ ബോക്സിൽ മാത്രം മതി, എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ലൂയി അവിടെ ഇരിക്കും. അങ്കിളും മാരിയും അവന്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട സമാധാനത്തിലായിരിക്കും. ജോയിൻസും അജുമയും കൂടെ ലൂയിയുടെ ഒരു കല്ല് പതിച്ച അണ്ടർവെയർ മറ്റ് രത്നക്കടയിൽ ചെല്ലുകയാണ്. അത് ഡയമണ്ട് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. കടക്കാരൻ അത് ചെക്ക് ചെയ്തിട്ട് ഇതിന് 10,000 ഒന്നുമല്ല എന്ന് പറയും. രണ്ടുപേരും ഒന്ന് വിഷമിക്കും. ഇത് 1,00,000 മുകളിലുള്ള ഡയമണ്ട് ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ രണ്ടുപേരും ഞെട്ടിപ്പോകും. രണ്ടുപേരും കൂടെ അതിൽ നിന്നും വീണുപോയ മറ്റൊരു കല്ല് തപ്പാൻ വേണ്ടി പോവുകയാണ്. അവന്റെ റൂഫ് ടോപ്പിൽ ഇരുന്ന് തിരയുകയാണ്. ഒടുവിൽ അജുമക്ക് ആ കല്ല് കിട്ടും. രണ്ടുപേരും വളരെയധികം ഹാപ്പിയാവും. ബൊക്നാമിന്റെ വേർപാട് വിശ്വസിക്കാനാവാതിരിക്കുന്ന ബോക്സിലിനെ കാണാൻ വേണ്ടി ലൂയിയുടെ മുത്തശ്ശി വരികയാണ്. ലൂയിയെ അത്രയും ദിവസം നോക്കിയതിനുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടി വന്നതാവും മുത്തശ്ശി. ലൂയിക്ക് പകരം അവളുടെ സഹോദരനാണ് മരിച്ചതെന്നുള്ള വിവരം മുത്തശ്ശിക്ക് കിട്ടിയിട്ടുണ്ടാകും. മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യും. ബോക്സിലിന് അതും കൂടെ ആവുമ്പോൾ താങ്ങാനാവില്ല. അവൾ മുത്തശ്ശിയുടെ മേലിൽ കിടന്ന് പൊട്ടിക്കരയും. രണ്ടുപേരും കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷം മുത്തശ്ശി അവളോട് റിക്വസ്റ്റ് ചോദിക്കുകയാണ്. ഈ സത്യം ലൂയി അറിഞ്ഞു കഴിഞ്ഞാൽ ലൂയിക്ക് പിന്നെ അവളോട് കുറ്റബോധമായിരിക്കും, അവൾക്കാണെങ്കിൽ അവനോട് ദേഷ്യവുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് മുത്തശ്ശി അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അവളും അതുതന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് മുത്തശ്ശിയോട് പറയും. ഞാൻ ബോക്നാമിനെ തിരഞ്ഞു വന്നതാണ്, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എനിക്ക്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് മുത്തശ്ശിയോട് പറയും. അടുത്ത ദിവസം എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ കമ്പനിയിൽ ചെന്ന് അവളുടെ റിസൈൻ ലെറ്റർ ചാജോൻ്റെ ടേബിളിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ചാജോൻ എത്തുമ്പോൾ അവളുടെ റിസൈൻ ലെറ്ററുടെ ഒപ്പം അവൻക്കൊരു കത്തുണ്ടാകും. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരിക്കും അത്. ലൂയിയോട് ഈ കാര്യം പറയരുതെന്നും തനിക്ക് സ്വസ്ഥമായി ഇനി തൻ്റെ നാട്ടിൽ ജീവിച്ചാൽ മതി എന്നുമുള്ള അപേക്ഷയും കൊടുത്തിട്ടുണ്ടാകും അതിൽ. ഇത് കണ്ട ഉടനെ തന്നെ ചാജോന് അവളുടെ പുറകെ പോകും. ബോക്സിനെ കാണാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുകയായിരിക്കും ലൂയി. പെട്ടെന്ന് തന്നെ ജോങ്ഡ്ര പറയും, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ബോക്സിനെ കാണാൻ വേണ്ടി പോകാമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ അവന് പെട്ടെന്ന് തന്നെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർക്കും. തൻ്റെ വീട്ടിലെത്തിയ ബോക്സിൽ അവൾ വരുന്നതിന് മുമ്പ് വീട്ടിലാരോ കയറിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകും. കിച്ചണിലുള്ള എല്ലാ വസ്തുക്കളും പരതി കൊടുക്കുന്നുണ്ടാകും. എല്ലാം വൃത്തിയാക്കി അവൾ വെള്ളം കൊണ്ടുവരാനും ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരാനും വേണ്ടി തിരിച്ച് കാട്ടിലേക്ക് പോകും. ലൂയി ബോക്സിനെ കാണാനുള്ള തിടുക്കത്തിൽ അവരുടെ റൂഫ് ടോപ്പിലേക്ക് മിസ്റ്റർ കിമ്മിനെയും കൂട്ടി ചെല്ലുകയാണ്. അവരുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം ക്ലീനായി കിടക്കുന്നത് കാണും. അവളുടെ ഫോണും അവിടെ കിടക്കുന്നുണ്ടാകും. ബോക്സിൽ അവിടെ ഇല്ലെന്ന് കാണുമ്പോൾ ലൂയി വെപ്രാളപ്പെട്ടുകൊണ്ട് ജോയിൻ സെങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലും. ജോയിൻ സെങ്ങിനോട് കൈയും കാലം പിടിച്ചുകൊണ്ട് അവന് ചോദിക്കും ബോക്സിൽ എവിടെയാണെന്ന്. അവൻ്റെ വെപ്രാളം കണ്ട് ജോയിൻ സെങ്ങിന് പറയാതിരിക്കാൻ കഴിയില്ല. ബോക്സിൽ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോൾ ലൂയിയുടെ കൺട്രോൾ പോകും. അവന് ബോക്സിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഓടും. മിസ്റ്റർ കിമ്മ് കഴിയുന്നതും ലൂയിയെ പിടിച്ചു വെക്കാൻ നോക്കും. പിന്നെ ലൂയിയുടെ വിഷമം കണ്ട് മിസ്റ്റർ കിമ്മ് അവൻ്റെ ഒപ്പം നിൽക്കാമെന്ന് കരുതും. ബോക്സിലെ കാട്ടിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ചാജവന് അവളുടെ മുറ്റത്തിരിക്കുന്നത് കാണും. സാറെന്താ ഇവിടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ ചാജവന് അവൾ വഴക്ക് പറയുകയാവും. മിണ്ടാതെ അവിടെ ഒക്കെ വന്നതാണല്ലേ, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പറയും. അവൻ്റെ പെരുമാറ്റം കണ്ട് ബോക്സിലാകെ ഞെട്ടിപ്പോകും. അവൾ ഉടനെ തന്നെ അവൾക്കുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കൊടുക്കും.
ചാജവനപ്പോൾ അവളെ വഴക്ക് പറയും. അല്ല, നിന്റെ വയറെന്താ കാറ്റ് കൊള്ളാനുള്ളതാണോ? അങ്ങനെ അവളും അവൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. രണ്ടുപേരും കൂടെ കഴിക്കുന്നിടയ്ക്ക് അവൻ അവളോട് പറയും, നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, നീ സ്ട്രോങ് ആവേണ്ടി നോക്കൊന്നും വേണ്ട. വിഷമമുണ്ടെങ്കിൽ അത് കരഞ്ഞു തന്നെ തീർക്കണം. നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ഉറങ്ങണം. നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോഴല്ലേ മരിച്ചു പോയതും ആശ്വാസത്തോടെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്റെ ആരോഗ്യമാണ് നീ ഇനി നോക്കേണ്ടതെന്ന് പറയും. അവളത് കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ആ ഭക്ഷണമെല്ലാം കഴിച്ചു മുഴുവനാക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചാജവന് പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടി അവിടെ നിന്നും താഴേക്ക് പോകും. ബോക്സിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നും ഈ പണികളെല്ലാം എടുക്കാൻ, ഞാൻ ചെയ്തോളാമെന്ന് പറയും. അവനത് കേൾക്കാതെ ആ പാത്രം എടുത്ത് താഴേക്കിരിക്കും. പെട്ടെന്ന് തന്നെ ചാജവന്റെ പാൻറ് കീറും. ബോക്സിൽ അത് കണ്ടുകൊണ്ട് കണ്ണു പൊത്തിയിട്ട് അകത്തേക്ക് പോയിട്ട് ബോക്നാമിന്റെ ഒരു ഫാൻ്റെ എടുത്ത് കൊടുക്കും. അവനത് ഇട്ട് കൊണ്ട് വന്നിട്ട് ബോക്സിലിനെ ഒരുപാട് വഴക്ക് പറയും. ഇത് എന്തൊരു സ്റ്റൈലാണ് ഇവിടുത്തെ വസ്ത്രങ്ങളെല്ലാം എന്നും പറഞ്ഞിട്ട്. പിന്നീട് രണ്ടുപേരും കൂടെ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കും. അവിടെയുള്ള പൈപ്പിൽ നിന്നും വെള്ളം എടുക്കുന്ന ബോക്സിനെ കാണുമ്പോൾ നീ മാറി നിൽക്കുക, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ആ പൈപ്പ് പിടിച്ച് പൊന്തിക്കാൻ നോക്കും. പൈപ്പിന്റെ പിടി ചാജവന് പിടിക്കുമ്പോൾ ഊരിപ്പോരും. ഇത് കാണുമ്പോൾ ബോക്സിന് ദേഷ്യം വരും. അവള് പറയും, ഇനി എന്താ ചെയ്യുക, ഇനി പാത്രം കഴുകാനുള്ള വെള്ളം പുഴയിൽ നിന്നും കോരി കൊണ്ടുവരണമെന്ന് പറയും. ചാച്ചവൻ പറയും, ഞാൻ ചെയ്തോളാം, നീ ഇവിടെ ഇരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് അവന് വലിയ പാത്രത്തിൽ പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവരും. ഒരു തവണ കൊണ്ടുവരുമ്പോഴത്തിന് അവനാകെ തളരും. എന്തൊരു നാടാണിത്, ഇങ്ങനെയൊക്കെയാണ് വെള്ളം കൊണ്ടുവരേണ്ടതെന്ന് അതിന്റെ ദേഷ്യത്തിൽ ബോക്സിൽ വഴക്ക് പറയും. നിങ്ങൾക്ക് അതും ചെയ്യാൻ കഴിയില്ല എന്ന് ബോക്സിൽ തിരിച്ച് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ചാജവന്, എനിക്ക് വേറെ വല്ല പണി എന്താ, ഞാൻ അത് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അവള് വിറക് വെട്ടാൻ എന്നെ ഏൽപ്പിക്കും. ചാജവന് വിറക് വെട്ടാൻ വേണ്ടി ഒരുപാട് തവണ നോക്കും. അവൻക്ക് അതിലും കഴിയില്ല. ബോക്സിൽ വന്നിട്ട് ഒരൊറ്റ വെട്ട് വെട്ടുമ്പോൾ വിറക് 2 ഖണ്ഡമാവും. അവൻ അതിലും പരാജയപ്പെടും. ചാജവനപ്പോൾ അടുത്ത പണി ചോദിക്കും. അത് കേൾക്കുമ്പോൾ ബോക്സിൽ പച്ചക്കറി മുറിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കും. അവന് ആ വെജീസ് എല്ലാം നശിപ്പിച്ച് കളയും. ബോക്സിലിന് ഇതും കൂടെ ആകുമ്പോൾ ക്ഷമ വിടും. എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ, ഒരു പണിയും നിങ്ങൾക്ക് നേരാൻ വണ്ണം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ ചാജവൻ നാണം കെടും. അവൻ്റെ കഴിവുകളെല്ലാം ബോക്സിനോട് എണ്ണി പറയും. ഞാൻ അത്ര വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാണ്, കൊറിയയിലെ നമ്പർ 1 ആണ് എന്നെല്ലാം പറയും. ഇത് കേൾക്കുമ്പോൾ ബോക്സിൽ പറയും, അതുകൊണ്ട് എൻ്റെ കാര്യം വീട്ടിലൊരു ഉപകാരവുമില്ല. എങ്കിലും ചാച്ചവന് അവളെ എൻഗേജ് ആക്കാൻ വേണ്ടി നോക്കുകയായിരിക്കും. അവളുടെ വിഷമമെല്ലാം അങ്ങനെയെങ്കിലും അങ്ങനെ മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട്. മാരി കമ്പനിയിലെത്തുമ്പോൾ ചാജവനും ബോക്സിലെ മടോ ഇല്ലെന്നും ബോക്സിൽ ജോലി രാജിവെച്ചെന്നുള്ള വിവരം കേൾക്കുമ്പോൾ അവള് ബോക്സിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബോക്സിൻ്റെ വീട്ടിലേക്ക് പോകും. ബോക്സിലോട്ട് ഇല്ലെന്ന് മനസ്സിലാക്കിയ മാരി ജോയിൻ സിംഗിനോട് അവൾ എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചറിയും. മാരിയോട് ക്രഷുള്ള ജോയിൻ സിംഗ് ബോക്സിൽ അവളുടെ നാട്ടിലേക്കാണ് പോയതെന്ന് പറയും. മാരി ജോയിൻ സിംഗിനോട് ബോക്സിൻ്റെ സ്ഥലം എവിടെയെന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ജോയിൻ സിംഗ് അതിനുടനെ സമ്മതം പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ ബോക്സിൻ്റെ നാട്ടിലേക്ക് പോകും. ചാജവന് ഇത്തവണ അടുപ്പ് കത്തിക്കുകയാവും. അടുപ്പ് പുക മുഴുവന് പുറത്തു വരികയല്ല എന്നല്ലാതെ കത്തുന്നുണ്ടാവില്ല. ബോക്സിൽ ചാജവനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് 2 വീശൽ വീശുമ്പോൾ അടുപ്പ് കത്തും. ചാജവനത് കാണുമ്പോൾ അത്ഭുതമാകും. അവള് നീ ചെയ്തത് നന്നായെന്നും പറഞ്ഞിട്ട് അവളുടെ തലയിൽ തടവി കൊടുക്കും. ഇത് കണ്ടാവും ലൂയി അവിടേക്ക് കയറി വരിക. ലൂയി ചാജവൻ്റെ അടുത്തേക്ക് വന്നിട്ട് മുഖത്തേക്ക് ഒരു അടി കൊടുക്കും. ചാജവനെ മാറ്റി നിർത്തിക്കൊണ്ട് ലൂയി മറ്റ് ബോക്സിൽ അവരുടെ മുറ്റത്തിരിക്കുകയാവും. ലൂയി ബോക്സിനോട് ഒരുപാട് ചോദിക്കുന്നുണ്ടാകും. അവൾ ഒന്നിനും മറുപടി പറയുന്നുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ചാജവൻ അവിടേക്ക് കയറി വന്നുകൊണ്ട് ലൂയിയോട് പറയും, നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ മതിയോ, എണീറ്റ്, ഒരുപാട് പണിയുണ്ട് ഇവിടെ, എന്നെ ഒന്ന് സഹായിക്കാൻ വായോ എന്ന് പറയും. അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ചാജവന് ലൂയിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചില സമയത്ത് നമ്മൾ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അവളിപ്പോൾ വളരെ വിഷമത്തിലാണ്, നമ്മൾ വലിയ ആണുങ്ങളാണ്, എല്ലാം മനസ്സിലാക്കി മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കുറച്ച് പക്വത കാണിക്കുന്നെല്ലാം അവന് പറഞ്ഞു കൊടുക്കും. ജോയിൻ സിംഗും മാരിയും കൂടെ ബോക്സിന്റെ അടുത്തേക്ക് പോകുന്നിടക്ക് ജോയിൻ സിംഗിന്റെ വയറിൽ നിന്നും ഓരോരോ ശബ്ദം ഉണ്ടാകുന്നത് മാരി ശ്രദ്ധിക്കും. അവന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായി രണ്ടുപേരും കൂടെ ജോയിൻ സിംഗ് പറയുന്ന ഭാഗത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. മാരി ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഡോഗ് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. അവന് അത് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവളോട് പറയും. അവള് മനസ്സില്ലാ മനസ്സോടൊക്കെ അവൻ്റെ ഒപ്പം ഇരുന്നിട്ട് അത് കഴിച്ചു നോക്കും. മാരിക്കും ആ നൂഡിൽസ് വളരെയധികം ഇഷ്ടമാകും. അവളും അത് കഴിക്കും. ജോയിൻസങ് ആണെങ്കിൽ 2-3 പാത്രം വാങ്ങി കഴിച്ചിട്ടുണ്ടാകും അവളുടെ കാശിന്. ലൂയി പോയതറിഞ്ഞ് മുത്തശ്ശി ആകെ ദേഷ്യത്തിലായിരിക്കും. ജോങ്റാനോട് മുത്തശ്ശി ലൂയിയെ തിരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് ബഹളം വെക്കും. ജോങ്റാൻ അത് കേട്ട ഉടനെ അവിടെ നിന്ന് ഓടും. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചൊഴിഞ്ഞ് ജോയിൻസങ്ങും മാരിയും കൂടെ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അതിൻ്റെ ഇടക്ക് ജോയിൻസങ്ങിന് എന്തൊക്കെയോ പന്തികേട് തോന്നും. അവൻ അവളോട് വണ്ടി ഒന്ന് നിർത്താൻ കഴിയുമോ എന്ന് ചോദിക്കും. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമായിരുന്നു എന്ന്. മാരിക്ക് സംഭവം മനസ്സിലാക്കും. നീ എന്ത് തന്നെ വന്നാലും നീ കാര്യം സാധിക്കരുത്, ഇവിടെ വണ്ടി നിർത്താൻ കഴിയില്ലെന്ന് മാരി പറയും.
മാരി അവളുടെ കഴിയുന്നതും പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. ഹൈവേ ആയതുകൊണ്ട് ഒരു രക്ഷയും ഉണ്ടാവില്ല. ജോയിൻസ് എങ്ങനെയാണെങ്കിൽ പിടിച്ചു നിൽക്കാനും കഴിയില്ല. അവന് പറയും പെട്ടെന്ന് നിർത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ കഴിക്കും, എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല എന്ന്. മാരി കരയാൻ തുടങ്ങും. അവൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നിടക്ക് ഒടുവിൽ സ്മെല്ല് വരാൻ തുടങ്ങും. ജോയിൻസങ് ആണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടൊന്നും ഉണ്ടാവില്ല. അവൾക്ക് മനസ്സിലാക്കും ജോയിൻസങ് കാറ് ടോയ്ലറ്റ് ആക്കിയെന്ന്. മാരി പൊട്ടിക്കരയാൻ തുടങ്ങും. അവള് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു അപമാനം സഹിക്കുന്നുണ്ടാവും. രാത്രിയായിട്ട് ലൂയി ബോക്സിന്റെ വീട്ടിൽ നിന്നും പോകില്ല. അവന് വേണ്ടി ബോക്സിലെ കിടക്കയും പുതപ്പെല്ലാം വിരിച്ചു കൊടുക്കും. ബോക്സിൽ കിടക്കാൻ വേണ്ടി നോക്കുമ്പോൾ ലൂയി ബോക്സിന്റെ കിടക്കയിൽ വന്ന് കിടക്കും. നമ്മളിത് ആദ്യമായിട്ട് കിടക്കൊന്നുമല്ലല്ലോ, നീ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു ലൂയി പറയും. ഇത് കേട്ടുകൊണ്ട് ഷാജവന് ലൂയിയെ അവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ലൂയി അലറാൻ തുടങ്ങും. ഷാജവന് മേലെന്നാകെ വേദനിക്കുന്നുണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ചതായെന്ന് പറഞ്ഞിട്ടാവും ലൂയിയെ വിളിച്ചിട്ടുണ്ടാവുക. ലൂയി ഷാജവനെ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അവര് കിടക്കുന്ന റൂമില് ഒരു 8 കാലിയെ ലൂയി കാണും. ലൂയി അതോടൊക്കെ അനങ്ങാമലയായി നിൽക്കും. ഷാജവനോട് അതിനെ തട്ടാൻ പറയും. ഷാജവന് ലൂയിയേക്കാൻ പേടിയായിരിക്കും അങ്ങനെയുള്ള ജീവികളെ. രണ്ടുപേരും കൂടെ ഒരു മുക്കിലിരുന്നു കൊണ്ട് കരയാൻ തുടങ്ങും. മുത്തശ്ശിയെ പിടിച്ച് ജോങ്റാന് ലൂയിയെ പിടിക്കാൻ വേണ്ടി ബോക്സിലിന് കുന്നിന് താഴെ എത്തിയിട്ടുണ്ടാകും. അവള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് രാത്രിയാണെങ്കിലും ലൂയിയെ പിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് മുകളിലേക്ക് കയറാൻ പോകും. മിസ്റ്റർ കിമ്മ് ജോങ്റാനെ കണ്ടിട്ട് അവളെ അവിടെ പിടിച്ചു നിർത്തും. ജോങ്റാന് ദേഷ്യം വന്നിട്ട് മിസ്റ്റർ കിമ്മിനെ ഒരുപാട് വഴക്ക് പറയും. ജോങ്റാന് മിസ്റ്റർ കിമ്മിനെ തള്ളിക്കൊണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോൾ മിസ്റ്റർ കിമ്മ് ജോങ്റാനെ പിടിച്ചു നിർത്തും. ഇപ്പൊ പോകരുത്, കുറച്ചു നേരം നമുക്ക് നമ്മുടെ സമയം ചിലവിട്ടൂടെ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജോങ്റാന്റെ മനസ്സലിയും. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയും. നീ ഉദ്ദേശിച്ചത് തന്നെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് മിസ്റ്റർ കിമ്മും പറയും. ആ ഒരു സന്ദർഭത്തിൽ രണ്ടുപേരുടെയും മനസ്സ് തുറന്നു കൊടുക്കും. ഒടുവില് രണ്ടുപേരും കിസ്സും ചെയ്യും. മാരി തന്റെ വീട്ടിലെത്തിയിട്ട് അന്ന് രാവിലെ നടന്ന അവസ്ഥ ആലോചിച്ച് പൊട്ടിക്കരയുകയും അവളുടെ അമ്മ അവിടെ വന്നിട്ട് സംഭവം ചോദിച്ചറിയും. അവൾക്ക് നടന്ന സംഭവം അമ്മയോട് പറയാനും കഴിയാത്തൊരവസ്ഥ. അവൾ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയോട് പറയും, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടത്, ഇനി ഒരിക്കലും ഞാൻ അയാളെ കാണാതിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വീണ്ടും കരയാൻ തുടങ്ങും. ഈ സമയം ജോയിൻസങ്ങും കാര്യം ആലോചിച്ചുകൊണ്ട് അവന്റെ കിടക്കിലിരുന്ന് കരയുകയാവും. പെട്ടെന്ന് തന്നെ അവന്റെ അമ്മ അവനോട് ചോദിക്കും, എടാ എന്താണ് നമ്മുടെ വീട്ടിലൊരു വൃത്തികെട്ട മണം, നിനക്കും തോന്നില്ലേ എന്ന്. ജോയിൻസങ്ങ് പറയും, എനിക്കൊന്നും തോന്നില്ലല്ലോ, നിങ്ങൾക്ക് തോന്നിയതാകുമെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് അവന് വായ കടിച്ചു പിടിച്ചിട്ട് വീണ്ടും കരയാൻ തുടങ്ങും. രാവിലെ ബോക്സിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ലൂയി അവളുടെ മുറ്റടിക്കുന്നത് കാണും. ബോക്സിൽ ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ലൂയി ബോക്സിലെന്ന് വിളിക്കും. പെട്ടെന്ന് തന്നെ ബോക്സിൽ ലൂയിയോട് പറയും, എവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പോയിക്കോളൂ, എനിക്കിനി നിന്നെ കാണേ വേണ്ട, എൻ്റെ മുമ്പിലേക്ക് ഇനി വന്നു പോകരുത് എന്നെല്ലാം മനസ്സോടൊക്കെ ബോക്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവള് കാട്ടിലേക്ക് പോകും. അവള് തിരിച്ചെത്തുമ്പോഴേക്കും ഷാജവനും ലൂയിയും കൂടെ ബോക്സിന്റെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാകും. അവള് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെയുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ മുമ്പിൽ നിൽക്കും. അവിടെയുള്ള പഴയ TV-യിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നിടക്ക് അവളുടെ കണ്ണില് ലൂയിയും അവളും തമ്മിലുള്ള ഓർമ്മകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവൾ അതും ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങും. ലൂയിയും ഷാജവനും കൂടെ വണ്ടിയിൽ പോകുന്നിടക്ക് ഒരു ബൈക്കുകാരനെ മുമ്പിൽ വന്ന് ചാടും. പെട്ടെന്ന് തന്നെ അവര് ബ്രേക്ക് ഇടും. പക്ഷെ ലൂയിയുടെ തല കാറിൽ വെച്ചടിക്കും. പെട്ടെന്ന് തന്നെ ബോഗ്നാമ് ലൂയിയോട് കാറിൽ നിന്നും സംസാരിച്ചതും അവന്റെ ഷർട്ട് വാങ്ങിയതും അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയാണ്ട് ബോഗ്നാം ആ വണ്ടി എടുത്ത് പോകുന്നതും ആക്സിഡന്റ് ആവുന്നതല്ല ലൂയിക്ക് മെമ്മറിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോഴാവും അവനക്ക് മനസ്സിലാവുക അവനക്ക് പകരം ബോഗ്നാമാണ് മരിച്ചതെന്നുള്ളത്. ലൂയി ഷാജവനോട് തനിക്ക് പകരം ബോഗ്നാമാണ് മരിച്ചതെന്ന് ചോദിക്കുക. അതേ എന്ന് ഷാജവൻ തലയാട്ടും. അതും കൂടെ ആവുമ്പോൾ ലൂയിക്ക് സഹിക്കാൻ കഴിയില്ല. ലൂയി കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കും. പക്ഷേ അവൻ അവിടെ തളർന്നു വീഴും. അവിടെ വീണോട് തിരുന്നുകൊണ്ട് ലൂയി കരഞ്ഞുകൊണ്ട് പറയും, നമ്മളിനി എന്ത് ചെയ്യും ബോക്സിൽ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ ബൈ.